നമ്മുടെ പ്രിയപ്പെട്ടവരാണ് ഇന്ന് യാത്ര ചെയ്യുന്നത്. നമ്മുടെ എല്ലാ മേഖലകളിലും, അതായത് നമ്മുടെ പബ്ലിസിറ്റി, അതുപോലെ തന്നെ ഏത് മേഖലകളിലും ഞാൻ ഈ സംസാരിക്കുന്ന ഈ സിസ്റ്റം വരെ നമുക്ക് മുന്നോട്ടിറങ്ങി ഓരോരുത്തരുടെയും ഒരു കർത്തവ്യമായി ഏറ്റെടുത്തുകൊണ്ട് അത്രത്തോളം ഈ ആനവണ്ടിയുടെ ഈ സംരംഭത്തെ സഹായിച്ച, പ്രോത്സാഹിപ്പിച്ച, ഞങ്ങളെ മാറോട് ചേർത്ത് പിടിച്ച പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ഇന്നത്തെ ഈ യാത്ര എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. 2-3 ആഴ്ചകളായി ഇന്നത്തെ ദിവസത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരുന്നു. ആ മനോഹരമായ ദിവസം ഇന്നാണ്. നമുക്കറിയാം, നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് മുതൽ സജീവ സാന്നിധ്യമായിരുന്ന രാജു സാറ്, സുലഭ ചേച്ചി, ശ്യാമ ചേച്ചി, ഗോത്കർ സാറ്, സെബു, ആരെയും വിട്ടുപോകില്ല, സെബു ചേച്ചി, അനിത മേഡം ഫാമിലി, അതേപോലെ അജിത് സാറ് എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. കാര്യം അത്രയധികം പ്രൊമോട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും സ്റ്റാഫും അതേപോലെ ഫാമിലി മെമ്പേഴ്സും അതേപോലെ നമ്മുടെ ബഡ്ജറ്റ് ടൂറിസത്തെ അത്രയധികം പ്രൊമോട്ട് ചെയ്തു. അതേപോലെ അനിൽ സാറ്, സാബു സാറ്, പ്രകാശ് സാറ്, കൃഷ്ണൻ സാറ്, രാമേന്ദ്രൻ സാറ്, അവർക്കിടെ ഒരു ഗ്യാങ്, രതീഷ് ഏട്ടൻ, ജിജോ സാറ്, അജിത് സാറ്, അതേപോലെ സൂസി മേഡം, അതുപോലെ തന്നെ ഇന്നത്തെ ട്രിപ്പിൽ നമ്മുടെ പുതുമുഖങ്ങളായി എത്തിയ എല്ലാവരെയും ഈ കുടുംബത്തിലേക്ക്, വിനോദയാത്ര എന്ന് പറയുന്ന നമ്മുടെ ഈ കുടുംബത്തിലേക്ക്, മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ആനവണ്ടിയുടെ ഈ കുടുംബത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. AJ ആനമ്മൻ ബ്ലോഗിൻ്റെ മാന്യ പ്രേക്ഷകർക്ക് ആനവണ്ടി വിനോദയാത്രയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ട്രിപ്പ് ഒരു സ്പെഷ്യൽ ട്രിപ്പാണ്. കാരണം ഈ ട്രിപ്പിൽ പങ്കെടുക്കുന്ന ആളുകൾ ഈ ആനവണ്ടി യാത്രയിൽ പലപ്പോഴായിട്ട് പല ഡെസ്റ്റിനേഷനുകളുള്ള യാത്രയിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്. ഇങ്ങനെ ഒരു യാത്ര നടത്തണമെന്ന് ഞങ്ങൾ കുറേ നാളുകളായിട്ട് ആലോചിക്കുന്നു. ഇന്നാണ് അതിനൊരു അവസരം ഒത്തുവന്നിട്ടുള്ളത്. എറണാകുളം സ്റ്റാൻഡിൽ നിന്നും വെളുപ്പിന് 5:15 ആരംഭിച്ച് അന്നേ ദിവസം രാത്രി 12 മണിയോടുകൂടി തിരിച്ച് സ്റ്റാൻഡിലെത്തുന്ന തരത്തിലാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കോർഡിനേറ്റർ സിറാജ് സാറ് നമ്മുടെ ഈ ട്രിപ്പിൻ്റെ വിശദവിവരങ്ങൾ നൽകും. അതിനുശേഷം സെൽഫ് ഇൻട്രൊഡക്ഷൻ, പിന്നെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ട്രിപ്പ് അടിച്ചുപൊളിക്കും. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, നിങ്ങൾ ഒരു തവണ ഈ ട്രിപ്പിൽ പങ്കെടുത്താൽ, ഈ ആനവണ്ടി യാത്രയിൽ പങ്കെടുത്താൽ, നിങ്ങളും ഞങ്ങളെപ്പോലെ ഈ ആനവണ്ടി യാത്ര പ്രേമികളായി തീരും. അക്കാര്യം ഉറപ്പ്. രാജമല വ്യൂ പോയിന്റ്, രാജമല മുകളിലോട്ട് കയറത്തില്ല, രാജമല വ്യൂ പോയിന്റും അതിനുശേഷം തലയാർ ഫാക്ടറിയും, പിന്നീട് ലക്കം വെള്ളച്ചാട്ടത്തിൽ ഒരു 10-20 മിനിറ്റ് കുറച്ചു നേരം ഇപ്പൊ കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഇന്ന്, അവരൊന്ന് വെള്ളത്തിലിറക്കി അവരൊന്ന് സന്തോഷിപ്പിക്കാം. നമുക്ക് അത്യാവശ്യം ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം. ലക്കം വെള്ളച്ചാട്ടത്തിൽ വെള്ളമുണ്ട്. അത് കഴിഞ്ഞ് നേരെ പോകും. കുറച്ച് ഒരു പൂവെന്ന അതിന്റെ പേര് അത് പൂത്ത സമയമാണ്. ജർമ്മനിയിൽ ഉത്ഭവിച്ച ആ പൂവ് വളരെ മനോഹരമായിട്ടുള്ള ഒരു പൂവാണ്. ആ ജകാർത്ത പൂവിന്റെ സൗന്ദര്യം ആസ്വദിച്ചതിന് ശേഷം
മറയൂരെത്തും. മറയൂർ ഉച്ചഭക്ഷണത്തിന് ശേഷം ട്രക്കിംഗ് നടത്തും. ട്രക്കിംഗ് 8 സ്പോട്ടാണുള്ളത്. മറയൂര് കാന്തല്ലൂർ ട്രക്കിങ്ങിൽ ഈ യാത്രയിലെ ഏറ്റവും വൈവിധ്യമാർന്ന സംഭവം ട്രക്കിംഗ് ആണ്. 8 സ്പോട്ടാണുള്ളത്. അവിടെ മറയൂര് ശർക്കര ഫാക്ടറി, അതുപോലെ തന്നെ 2-3 വ്യൂ പോയിന്റുകൾ, ചന്ദനക്കാടുകൾ, സ്ട്രോബെറി തോട്ടം, പച്ചക്കറി തോട്ടം, ഭ്രമരം ഷൂട്ട് ചെയ്ത ഭ്രമരത്തിന്റെ ക്ലൈമാക്സിങ് അടക്കം ഷൂട്ട് ചെയ്ത ആ മലയിടുക്ക് ഭാഗങ്ങൾ, ചന്ദനക്കാട്, അങ്ങനെ വളരെ പ്രധാനമേറിയ സ്പോട്ടുകളടക്കം 8 സ്പോട്ടുകൾ സഞ്ചരിച്ച് ട്രക്കിംഗ് പൂർത്തിയാക്കി തിരിച്ചു വരും. ഇനി മൂന്നാർ വരെ അടിച്ചു പൊളിച്ച് തകർത്ത് പോകണം. ഓക്കെ, ഈ മൈക്ക് ഇതിന് എനിക്ക് വലിയ റോളൊന്നുമില്ല. കാരണം എല്ലാവരും കിഴക്കവും വഴക്കവും ടൂറൊക്കെ പോയി വന്നവരാണ്. നിങ്ങൾ ഈ പരിപാടി അങ്ങനെ ഏറ്റെടുക്കുക അല്ലേ ഗോപേട്ടാ? ഓക്കെ, അതേ പാട്ടൊക്കെ പാടുക, അടിച്ചു തകർക്കുക. എന്റെ പേര് ജിജോ, ഞാൻ കലൂര് താമസിക്കുന്നു. ഈ ഹോസ്റ്റലിലെ പരിപാടിയാണ്. എന്റെ KSRTC-യിൽ ഇത് 12ാമത്തെ ട്രിപ്പാണ്. എല്ലാം വളരെ മനോഹരമായിരുന്നു. ഇതും അതുപോലെ നന്നാവട്ടെ എന്ന് ആശംസിക്കുന്നു. എന്റെ പേര് അജിത്ത് എന്നാണ്. എനിക്കിപ്പോ KSRTC-യിൽ 6ാമത്തെ 7ാമത്തെ ട്രിപ്പാണ്. കുട്ടിയുടെ ഓർക്കല്ല. ആദ്യത്തെ ട്രിപ്പാണല്ലേ. എന്റെ പേര് റുബീന. എനിക്കൊരു ഭർത്താവുണ്ട്, 2 മക്കളുണ്ട്. ആദ്യത്തെ ട്രിപ്പാണ്. നമസ്കാരം, എന്റെ പേര് സുനിത. ഒരു ഭർത്താവും 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ച് മലപ്പുറത്താണ്. 6 പെൺകുട്ടികളുണ്ട്. മോന് കാക്കനാട് റെസിഡൻസിലെ മാനേജറാണ്. ഫോർട്ട് വീട്, ഫോർട്ട് വെള്ളി. ഇനി കൂടുതലൊന്നും പറയണ്ടല്ലോ. ഇതൊരു കാര്യം കൂടെ, ഫ്രണ്ടിലെ അഡ്വക്കേറ്റ് സാർ പറഞ്ഞല്ല, ഒരു സൈക്ലിങ്ങിന്റെ ഗ്രൂപ്പ് ഉണ്ട്. ഫോർട്ട് ഒരു സൈക്ലിംഗ് ഗ്രൂപ്പിലെ അംഗം കൂടിയാണ് ഞാൻ. എന്റെ പേര് സുധമ. ഇവിടെ വലിയ ഒന്ന് വരുന്നു. ബാക്കി പറഞ്ഞോ. ഇക്കാന്റെ പേരനാ? ഞങ്ങൾക്ക് KSRTC-യിൽ പിച്ച വെച്ച് വന്നിട്ടുള്ളൂ. പിച്ച വയ്ക്കാൻ വലിയ ബുദ്ധിമുട്ട്. ബസാലിലെ പോണേ? ഓടിക്കേറാം. ആ ശരി, ഇപ്പൊ ഓടിക്കാം. ഇന്ന് പറഞ്ഞോ. ഹസ്ബൻഡ് പെൻഷനായി. ഒരു മോൻ കല്യാണം കഴിഞ്ഞ 3 വയസ്സായിട്ട് പേർക്കുട്ടിയുണ്ട്. വളരെ സുഖമായിട്ട് പോകുന്ന യാത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ പല സ്ഥലത്ത് നിന്ന് കയറുന്നവരാണെങ്കിലും അവസാനം പിരിയുമ്പോൾ ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒറ്റ അംഗം പോലെയാണ് നമ്മൾ പിരിയുന്നത്. അതാണ് യാത്രയെ കുറിച്ചുള്ള ഏറ്റവും സന്തോഷപ്രദമായ കാര്യം. അല്ല, പഴയ സൂസി ഇവിടെ സംസാരിച്ചില്ല. സംസാരിച്ചില്ല. അതൊക്കെ ആയിക്കോളും. ഇടക്ക് സംസാരിക്കാല്ലേ? അല്ലേ, ഇടക്ക് സംസാരിക്കാല്ലേ? എന്റെ പേര് ആശ എന്നാണ്. ഞാൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ വർക്ക് ചെയ്യുന്നു. മലയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങള് ഹസ്ബൻഡ് ബാങ്ക് എംപ്ലോയി ആണ്. ഇരട്ടക്കുട്ടികളാണ്. എനിക്ക് ഒരു മോളും 6 വയസ്സ്. ഞങ്ങള് ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് ആണ്, ഫ്രണ്ട്സ് ആണ്, കസിൻസ് ആണ്. അപ്പോ 6 പേരും ഞങ്ങള് ഡാൻസ് ഗ്രൂപ്പാണ് ആക്ച്വലി. അപ്പൊ അത് അങ്ങനെയാണ് ഞങ്ങള് ഒരുമിച്ച്. പിന്നെ ബാക്കി എല്ലാവരും ഈ ഒരു ട്രിപ്പിൽ ഞങ്ങളുടെ ആദ്യത്തെ
ഉണ്ടാവും അറിയില്ല. അങ്ങനെ പ്രതീക്ഷിക്കുന്നു, നല്ലൊരു യാത്ര പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ആയിരുന്നു. നമസ്കാരം, എൻ്റെ പേര് സന്ധ്യ, ഹസ്ബൻഡ് ബ്രിട്ടീഷ്, മകൾ മാർഗന, 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മലയാളത്തിൽ വരും. ഗുഡ് മോർണിംഗ്, എൻ്റെ പേര് ആതിര. പറഞ്ഞോളൂ, ഞങ്ങളെല്ലാവരും മരക്കാരാണ്. എനിക്ക് 2 വയസ്സുള്ളൊരു മോളുണ്ട്, ഹസ്ബൻഡുണ്ട്. എല്ലാവർക്കും ഹാപ്പി ചെയ്യും. എൻ്റെ പേര് ശ്രീവിദ്യ, പോസ്റ്റൽ ഓഫീസറാണ്. ഇപ്പോൾ നേരെ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യാണ്. ഹസ്ബൻഡ് ഉണ്ട്, മോനുണ്ട്. മോന് ഇനി 5th സ്റ്റാൻഡേർഡിലേക്കാവും. എല്ലാവർക്കും ഹാപ്പി ചെയ്യും. എല്ലാവർക്കും നമസ്കാരം, എൻ്റെ പേര് ആശ. ഞങ്ങൾ കുറച്ച് മരത്തിനാണ്. ഹസ്ബൻഡ് ഉണ്ട്, മോനുണ്ട്. തൃപ്പൂണിത്തുറയിൽ നിന്നും വന്നിട്ടുള്ള രാജീവേട്ടൻ്റെ ഗാനത്തോടുകൂടി ഞങ്ങളുടെ ഗാനമേള ആരംഭിക്കുകയാണ്. ഹൃദയ സരോവരമാകെ പൊന്നരയന്നങ്ങൾ നീന്തി നീരവതീരം നീളെ തളിരാലവട്ടങ്ങൾ വീശി ഹൃദയ സരോവരമാകെ പൊന്നരയന്നങ്ങൾ നീന്തി നീരവതീരം നീളെ തളിരാലവട്ടങ്ങൾ വീശി പൂക്കാലം വലം കയ്യിലേന്തി വാസന്തം. എറണാകുളം അതിർത്തി വിട്ട് ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നേര്യമംഗലം എറണാകുളത്തിന്റെയും ഇടുക്കിയുടെയും അതിർത്തിയായ നേര്യമംഗലം പാലം. വിശപ്പായെന്ന് തോന്നണം, അത് കാരണം എല്ലാവരും സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഏതായാലും ഭക്ഷണം കഴിക്കാൻ ഏതാണ്ട് സമയമായിട്ടുണ്ട്. ഞങ്ങൾ അടിമാലിയിലെത്തി. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നത്. ഈ ഭക്ഷണമെല്ലാം നമുക്ക് അവരവരുടെ ഇഷ്ടത്തിലാണ് കേട്ടോ കഴിക്കുന്നത്. കാര്യം നമുക്ക് 790 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അത് ട്രാവലിംഗ് എക്സ്പെൻസ് മാത്രമാണ്, ഭക്ഷണം ഇൻക്ലൂഡ് അല്ല. എവിടെ വേണമെങ്കിലും കയറാട്ടാ, എവിടെ വേണമെങ്കിലും കയറാം അല്ലേ? പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. ശബരിമല ദക്ഷിണ ശിവ ശബരിമല ദക്ഷിണ
സർക്കാരിനൊരു നിവേദനം കൊടുക്കാം, ഈ റോഡ് സ്ട്രൈറ്റ് ആക്കാനാണ്. ഇങ്ങനെ പണിയെടുത്ത് കഷ്ടപ്പാട് എനിക്കറിയാം. ഹലോ ചെക്കിൻ, ഹലോ ചെക്കിൻ. ഇതുവരെ പാട്ട് കേട്ടില്ല. അപ്പൊ ഒരു കാര്യം എന്നോട് ആരംഭിക്കാൻ എല്ലാവരും പറയുന്നത്, ഞാൻ പറഞ്ഞത് കേട്ടാ, ഞാൻ പറഞ്ഞത് ഫസ്റ്റ് പാട്ട് കുളിരിന്റെ പട്ടുടുത്ത് തുള്ളി വരും നാടടുത്ത് പെണ്ണിന്റെ പുതുക്കരപ്പൊരു ചെണ്ടല്ലേ നീ കൂന്തായി പുഴയിതു കണ്ടില്ലേ, കൂന്തായി പുഴയിതു കണ്ടില്ലേ. അവളുടെ അക്കം പക്കം നിന്നവരൊപ്പം പലതും കിട്ടിമെനഞ്ഞത് കൂടെ കൂടെ പാടിയൊരുക്കി തലയൂരി പോന്നു കല്ലി പകയത്തി കൂട്ടാരി പുഴയൊരുവമ്പത്തി, കൂട്ടാരി പുഴയൊരുവമ്പത്തി. കനവിന്റെ മുത്തടുക്കി ഉള്ളിലിരുന്നാളൊരുത്തൻ പെണ്ണെന്തു വരുന്നേരൊപ്പന തീർന്നല്ലോ, കൂന്താലി പുഴയവ പോയല്ലോ, കൂന്താലി പുഴയവ പോയല്ലോ. അവളൊരു കണ്ണും കയ്യും കൊണ്ടു തരഞ്ഞത് പെണ്ണിൻ കരളിൽ ചിന്തു കരച്ചത് മാരൻ കാണാ താമര നീട്ടി തിരിതൂടി പോന്നു തള്ളി പകയത്തി കൂന്താലി പുഴയൊരു വമ്പത്തി. ഞങ്ങളിപ്പോൾ മറയൂരാണ് കേട്ടോ. ഇവിടുന്നാണ് ഞങ്ങൾ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചത്. പിന്നെ ഇവിടെ നിന്ന് ജീപ്പ് സഫാരിയാണ്. ഹോട്ടൽ ഗുരുദേവ, ഇവിടെ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് കേട്ടോ. നല്ല സൂപ്പർ ഭക്ഷണം കേട്ടോ, ഒരു തെറ്റും പറയാനില്ല. ഈ മറയൂരൊക്കെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, മുമ്പ് വരുമ്പോൾ ഈ ഭക്ഷണം ഇവിടുത്തെ ഹോട്ടലിലൊന്നും നമുക്ക് വിശ്വസിച്ച് കഴിക്കാവുന്ന ഒരു ഭക്ഷണവും കിട്ടില്ല. വളരെ ശോകമായിരുന്നു ഇവിടെയുള്ള ഹോട്ടലൊക്കെ. ഇതൊരു പുതിയ ഹോട്ടലാണ്. നമ്മുടെ ഈ മറയൂർ ജംഗ്ഷനിലെ പെട്രോൾ പമ്പ് ഉണ്ടല്ലോ, ഇവിടെ തൊട്ട് സൈഡിൽ തന്നെയുള്ള ഹോട്ടലാണ്. ഞങ്ങൾ മുമ്പ് ഇവിടെ വരുമ്പോൾ ഈ ഹോട്ടലൊന്നും ഇല്ല. ഇത് വെറുതെ ഇങ്ങനെ കിടന്നുവെച്ചൊരു പറമ്പാണ്. നല്ല ഭക്ഷണം, നല്ല വൃത്തിയും ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് 6 ജീപ്പിലായിട്ടാണ് ഞങ്ങൾ ജീപ്പ് സഫാരിക്ക് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ സിറാജ് സാറ് ഓരോ ജീപ്പിലെ ആളെയൊക്കെ കയറ്റി വിടാനുള്ള തിരക്കിൽ ഓടി നടക്കേണ്ട പുള്ളീൻ്റെ സമ്മതം കേട്ട. ഇതെല്ലാം ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടൊരു ചടങ്ങ് തന്നെയാണ്. അപ്പോൾ നമുക്കൊരു വണ്ടിയിൽ പിടിച്ച് കയറണം. ഈ മണികണ്ഠൻ വണ്ടിയിൽ, അതെ, രാജുവേട്ടൻ അവിടെ നിന്ന് കൈ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ആ വണ്ടിയിൽ തന്നെ കയറാൻ തോന്നുന്നു. ഇപ്പോൾ രാജുവേട്ടൻ്റെ മണികണ്ഠൻ, അപ്പോൾ അതിൽ തന്നെ കയറാം. ഓക്കെ, ഞങ്ങൾ വണ്ടി പുറപ്പെടാൻ പോയിണ്ട. ബെൽറ്റ് കൊണ്ട് ആവശ്യമില്ല അല്ലേ? ബെൽറ്റ് പൊട്ടിച്ച് കളയല്ലേ? ഇവിടെ അതുണ്ടോ? ഇവിടെ അതുണ്ടോ? ഇല്ലല്ലോ മാഷേ. ഞങ്ങളുടെ ട്രെക്കിങ് ആരംഭിക്കാൻ പോയി കേട്ടാ. കാന്തല്ലൂർ ട്രെക്കിങ്.
Sometimes like all you want to do is run. Hear me out, hear me out. It's all the things you never show. There are the things I want to know. Secrets start in your heart so slow. But if you don't wanna tell me now, I guess I'll never know. Losing almost all my energy. It's getting hard to talk to you, and I'm the only one who speaks. It's all the things you never show. There are the things I want to know. Secrets start in your heart so slow. But if you don't wanna tell me now, I guess I'll never know. Here we go, turning all the wrongs into rights. Here we go, you can take me there tonight. Whoa, this life is all we know. Whoa, I can't stay if you can't let it go. ഒരു ഫ്രൂട്ട് ഫാം എത്തിയെന്നാണ് പറയുന്നത് കേട്ടോ. ആ ഇല്ല, ഒരു ബോർഡ് കാണുന്നുണ്ട്, ചീനി. ഓ, ഈ ചീനി ഫ്രൂട്ട്സ് ഫാമിൽ നമ്മൾ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വെച്ചാൽ ഫ്രൂട്ട്സിൻ്റെ സീസണല്ല. എന്തൊക്കെ അവിടെ ഉണ്ടാവുന്ന ഒരു പിടുത്തമില്ല. പക്ഷെ ഒരുപാട് ഏരിയ ഉണ്ട്, അത് മുഴുവൻ കയറി ഇറങ്ങി കാണുക എന്ന് പറഞ്ഞാൽ ഒരു ചടങ്ങ് തന്നെയാണ്. ആ ചീനി ഹിൽസ് നമ്മൾ ഇതിൽ കയറിയതാ. ചീനി നമ്മൾ വരുന്ന സ്ഥലമാണ്. ഇവിടെ ഇല്ലേ അവിടെ ആപ്പിളുണ്ടായിട്ടുണ്ട്. ആ ചീനിയിൽ ഇവിടെ ഞങ്ങൾ വന്നിട്ട് ഒരുപാട് സ്ഥലമുണ്ട് കയറി കാണാൻ. ഇവിടെ കൃഷ്ണമോഹനും കൂട്ടരോടെ ആടുജീവിതം ആക്ട് ചെയ്യുകയാണ് കേട്ടോ. അടുത്തത് ഞങ്ങൾ ഭ്രമരം ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. അവിടെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. So high I'm hypnotized. What's up is down, what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through.
അവിടെ ഏറുമാടം ഉണ്ട്. ഏറുമാടത്തിൽ കയറാൻ വേണ്ടിയാണ് ആ ഓടുന്നത്. 2 ഏറുമാടം ഉണ്ട്, അവിടെ ഉണ്ട്. ആളുണ്ടല്ലോ അതിനകത്ത്. നോക്കിയാ ജീന, വാ വാ. ആരോടാ പറഞ്ഞു? ഇവിടെ ഉണ്ടോ? ഭ്രമരം സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്ത ഒരു ഏരിയ ആണ് ഇതെന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷേ എനിക്കൊരു പിടി കിട്ടുന്നില്ല. ഞാൻ ഭ്രമരം 2 തവണ കണ്ടതാണ്. പക്ഷേ ഈ ഏരിയ ഒന്നും എനിക്കൊരു ഓർമ്മയിലേക്കൊന്നും വരുന്നില്ല. നമ്മുടെ പാലാരിവട്ടം ഗേൾസ് അവിടെ ഇൻസ്റ്റാ റീൽ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. അവരെ അടിച്ചു പൊളിക്കുകയാണ് അവർ. ഒരു സ്പോട്ടിൽ നമ്മൾ എത്തി കേട്ടോ. ഇത് മറയൂർ ശർക്കര ഫാക്ടറിയാണ്. അപ്പോൾ മറയൂർ ശർക്കരയൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളത് കാരണം ഞാനിപ്പോൾ അങ്ങോട്ടൊന്നും കയറുന്നില്ല. ഇന്നത്തെ ഈ ട്രിപ്പിൽ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സമയം ഇതാണ് കേട്ടോ. ഇവിടെ മറയൂരുള്ള മുനിയറ കാണാൻ വേണ്ടിയിട്ടുള്ള ഈ ഓഫ് റോഡ് ജീപ്പ് റൈഡിംഗ് ആണ്. ഈ റൈഡിംഗ് ആണ് ഇതിലെ ഹൈലൈറ്റ്സ്.
പോയത്. എങ്ങനെ ഉണ്ടായത്? ഓഫ് റോഡ് ഡ്രൈവ്, ഓഫ് റോഡ് അടിപൊളിയല്ലേ? കുടജാദ്രി പോണത്